ദേശാഭിമാനി മുഖപ്രസംഗം 2025 മാർച്ച് 10. നാടിനെ നയിക്കാൻ ഉറച്ച ചുവടുകൾ. ജന്മിത്വത്തിൻ്റെ മുഖം പേറി മുതുകടിഞ്ഞ ഒരു ജനത. അവരെ മോചനത്തിൻ്റെ പാതയിലേക്കും വികസന ചിന്തകളിലേക്കും സ്വാതന്ത്ര്യബോധത്തിലേക്കും ജനാധിപത്യത്തിൻ്റെ പുത്തനുഷസ്സിലേക്കും വിളിച്ചുണർത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ ഇടവേളകളില്ലാത്ത പോരാട്ടമാണ്. കേരളമായതിനു പിന്നിൽ ഈ നിരന്തര പോരാട്ടങ്ങളുടെ ദീർഘചരിത്രമുണ്ട്. അതിൻ്റെ ഫലമായി രൂപം കൊണ്ട ജനകീയ സർക്കാരുകളാണ് സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിൽ സമ്പന്ന വികസിത രാജ്യങ്ങളുമായി മത്സരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയത്. ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിക്ക് അടിത്തറയിട്ട 1957 EMS സർക്കാർ മുതൽ 2016 2021 പിണറായി സർക്കാരുകൾ വരെ നടത്തിയ ഇടപെടലുകൾ കേരളത്തെ അടിമുടി പുതുക്കിപ്പണിതു. ആ ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കൊല്ലത്ത് ഞായറാഴ്ച സമാപിച്ച CPIM സംസ്ഥാന സമ്മേളനം. CPIMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനമുന്നേറ്റത്തോടെയാണ് കൊല്ലത്ത് സമാപിച്ചത്. പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ MV ഗോവിന്ദനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പുതിയ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും രൂപീകൃതമായി. നാടിനെ വികസനത്തിലേക്ക് നയിക്കുന്നതിനൊപ്പം വർഗീയതയുടെ കഴുകന്മാർക്ക് കുത്തിപ്പറിക്കാൻ അനുവദിക്കാതെ ഇവിടുത്തെ മനുഷ്യരുടെ ഐക്യത്തെ ജീവൻ നൽകിയാണെങ്കിലും കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്നത് ഈ ചെങ്കൊടി പ്രസ്ഥാനം തന്നെയാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സമ്മേളനം. CPIM ആർജിച്ച ബലിഷ്ഠമായ സംഘടനാ കരുത്തിൻ്റെയും അതിൻ്റെ ആശയദാർഢ്യത്തിൻ്റെയും വിളംബരം മാത്രമല്ല സമ്മേളനവും റാലിയും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിൻ്റെ നേതൃത്വത്തിലെ സർക്കാരുകളും കേരളത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നതിൽ വഹിച്ച പങ്കിൻ്റെ ഓർമ്മപ്പെടുത്തലും കേരളത്തെ പുതുവഴിയിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിഫലനവും കൂടിയാണത്. 1,00,000 വളണ്ടിയർമാർ അണിചേർന്ന ചുവപ്പ് സേന മാർച്ചും കൊല്ലം നഗരത്തെ ത്രസിപ്പിച്ചു. കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം വിജ്ഞാന സമ്പദ്ഘടനയിൽ അധിഷ്ഠിതമായ ഒരു നവകേരളം എന്ന ലക്ഷ്യം അകലെയല്ലെന്ന് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖ പ്രഖ്യാപിക്കുന്നു. വജ്രതുല്യമായ ആശയദാർഢ്യവും ഉരുക്കിനു സമാനമായ അച്ചടക്കവും പ്രതിഫലിച്ച ചിട്ടയായ സമ്മേളനം സംഘടിപ്പിക്കാൻ മറ്റേതു പാർട്ടിക്ക് സാധിക്കും? ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ഒരു താരതമ്യത്തിനു പോലും സാധിക്കാത്ത വിധം കേരളം നേടുന്ന സാമൂഹ്യ പുരോഗതിക്ക് എക്കാലവും ചാലകശക്തിയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച സർക്കാരുകളാണ്. വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നവകേരള രേഖ, ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നയം, വിദ്യാഭ്യാസ ബിൽ, സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയ ആസൂത്രണം തുടങ്ങിയ വിപ്ലവകരമായ ഇടപെടലുകളുടെ തുടർച്ചയാണ്. നവകേരളം എന്ന ആശയത്തെ സാർത്ഥകമാക്കാനും CPIM സംഘടനാ സംവിധാനത്തെ കൂടുതൽ ചലനാത്മകമാക്കാനും പാർട്ടി സംഘടനയെ രാഷ്ട്രീയവൽക്കരിച്ച് അംഗങ്ങളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനും വികസന വിരുദ്ധരായ വലതുപക്ഷം ഉയർത്തുന്ന പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാനുമൊക്കെയുള്ള പദ്ധതികൾ കൂടി ചർച്ച ചെയ്താണ് സമ്മേളനം സമാപിച്ചത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തും പാർട്ടിയുടെ സജീവമായ ഇടപെടൽ ഉണ്ടാകും. കേരളത്തിലെ വനിതകൾക്കിടയിൽ വർഗീയ ശക്തികൾ നേടുന്ന സ്വാധീനത്തെ ചെറുക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും സമ്മേളനത്തിന്റെ സമാപന ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന ഉപരോധ സമാനമായ നിയന്ത്രണങ്ങളെ അതിജീവിച്ചാണ് സംസ്ഥാന സർക്കാരും അതിനെ നയിക്കുന്ന പാർട്ടിയും ജനക്ഷേമം ഉറപ്പുവരുത്താൻ തീവ്ര ശ്രമങ്ങൾ നടത്തുന്നത്. രാജ്യം നടുങ്ങിയ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോട് പോലും ക്രൂരത കാട്ടുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് അവകാശപ്പെട്ട ശതകോടികളുടെ സാമ്പത്തിക വിഹിതം തടഞ്ഞുവെക്കുകയാണ്. അതുവഴി സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടുകയാണ് ലക്ഷ്യം. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ഈ സർക്കാരിനുള്ള കരുത്ത്, അതിനൊപ്പം നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളുന്ന ജനങ്ങളാണ്. കേന്ദ്രം ഭരിക്കുന്ന അപകടകരമായ നവലിബറൽ വർഗീയ സഖ്യത്തിന്റെ കുതന്ത്രങ്ങളെ ജനങ്ങളെ അണിനിരത്തി തന്നെയാണ് നേരിടേണ്ടത്. നവലിബറൽ കുറിപ്പടികളല്ല, ജനകീയതയിലൂന്നിയ ബദൽ വികസന പരിപ്രേക്ഷ്യമാണ് കേരളം ഉയർത്തിക്കാണിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ കരുത്ത്. അതുതന്നെയാണ് ശത്രുക്കളുടെ ഭയത്തിന് ഹേതുവും.